ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിൽ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ചിന്തകളിലാണ് കേട്ടോ എല്ലാവരും. അരീഷനാണെങ്കിൽ ടെൻഷൻ ഇപ്പോഴേ തുടങ്ങി, കാരണം കല്യാണം അടുത്തെത്തിയല്ലോ. പക്ഷെ കയ്യിൽ സേവിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സുഭാഷ് ചേട്ടനത് പറയുകയും ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? സുധീഷ് ചേട്ടനാണെങ്കിൽ വലിയ വെല്ലുവിളി നടത്തിയാണല്ലോ. ഞാൻ നടത്തും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം, എൻ്റെ കല്യാണം സുഭാഷ് ചേട്ടൻ നടത്തിയല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്, ലക്ഷങ്ങൾ ചിലവാക്കാൻ ഞാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും വിശ്വസിച്ചു, കാരണം വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അത് സംസാരിക്കാനായിട്ടാണ് അരീഷ് സുധീഷിൻ്റെ അടുത്തേക്ക് വരുന്നത്. സുധീഷാണെങ്കിൽ ഫോണിൽ നല്ല റീൽസ് കാണലാണ് കേട്ടോ. അപ്പോൾ എത്ര വിളിച്ചിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല, മൈൻഡും ചെയ്യുന്നില്ല, കാരണം ശ്രദ്ധ മുഴുവൻ ഫോണിലാണ്. ദേഷ്യം വന്നപ്പോൾ അരീഷ് നേരെ ഫോൺ തട്ടിപ്പാച്ച് വാങ്ങി കേട്ടോ. അപ്പോഴാണ് സുധീഷ് ഒന്ന് മുഖത്തേക്ക് നോക്കുന്നത്. എന്താണ് നിനക്ക്, നീ എന്തിനാ എൻ്റെ ഫോൺ വാങ്ങി? അത് കേട്ടപ്പോൾ അരീഷ് പറയുന്നുണ്ട്, ഫോൺ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, റീൽസ് അവിടെ തന്നെ ഉണ്ടാവില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിനക്ക് എന്ത് സംസാരിക്കാൻ? ഓ, നീ സംസാരിക്കുമ്പോഴേക്കും ഞാൻ എന്താ കുമ്പിട്ട് നിൽക്കണോ? ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ മേടിക്കുക കേട്ടോ. അതിൽ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുകയാണ് ഫോണിൻ്റെ പേരിൽ. ഇത് കണ്ട് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ രണ്ടുപേരെയും കടുപ്പിച്ച് നോക്കിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവർ തല്ല് കൂടുന്നത് വിട്ട് നിൽക്കുകയാണേ. എന്നിട്ട് പിന്നെ അടുത്തുള്ള ചെയറിൽ അരീഷ് പോയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ സുധീഷ് വന്നിരുന്നു. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് പിന്നെ റീൽസ് കാണാം കേട്ടോ. അത് കണ്ടപ്പോൾ അരീഷിന് നല്ല ദേഷ്യം വന്നെങ്കിൽ അവനൊന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എടോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സീരിയസ് ആണ്. അപ്പം സുധീഷ് അപ്പോഴും എന്തൊക്കെയൊക്കെ കൊനിഷ്ഠ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹരീഷ് അത് മൈൻഡ് ചെയ്യാതെ പറയുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്തണ്ടേ, അതിപ്പോൾ ഇവിടെ അടുത്തെത്തിയല്ലോ, എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ കാശ്? എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞല്ലോ കല്യാണം നടത്തുന്നു, അതെങ്ങനെ നടത്തും? അത് കേട്ടപ്പം സുധീഷ് പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ, നീ എന്താ എന്നോട് ചോദിക്കുന്നത്, ഇനി എത്ര സമയമുണ്ട്, അതപ്പം ആലോചിക്കാം. ആ ഒരു ആൻസർ അരീഷിന് തീരെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എപ്പോൾ ആലോചിക്കാം, എന്നാലും കല്യാണം വേണ്ടേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിപ്പോഴേ ചിന്തിക്കേണ്ടേ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങൾ നടത്തുന്നൊക്കെ, എന്നിട്ടിപ്പോൾ എന്താ അങ്ങനെ പറയുന്നത്? പറയേ, എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ കാശ് ഒപ്പിക്കും, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാനെപ്പോഴാ പറഞ്ഞേ, ഞാനല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്യാഷ് ഒപ്പിക്കുന്നേ, എൻ്റെ കയ്യിലൊന്നുമില്ല, വെറുതെ ഓരോ കള്ളങ്ങൾ പറയല്ലേ അരീഷേ, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഒഴിയാണ് കേട്ടോ. പക്ഷെ അരീഷിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അരീഷ് പറയുന്നുണ്ട്, ഇയാൾ കളിക്കല്ല, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയല്ലേ, ഇയാളെന്താ കളിക്കുന്നത്, ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയാം, ഇവിടെ നിന്ന് ഒപ്പിക്കും. അപ്പോൾ ഭയങ്കര വീമ്പിളക്കിയല്ലോ, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും നോക്കി, എന്നിട്ട് എന്താ ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നികേഷേ, ഇത് ഫ്രോഡാടാ, ഇയാൾ ഫ്രോഡാ. അത് കേട്ടപ്പോൾ ഇവർ ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് എന്നിട്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞോ? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, പറഞ്ഞു, ഏട്ടൻ അത് തന്നെ പറഞ്ഞു, കാരണം ഏട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഏട്ടൻ പറഞ്ഞത് എൻ്റെ കല്യാണം സുഭാഷ് ഏട്ടൻ നന്നായിട്ട് നടത്തിയില്ലേ, അപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ഞാനും അതുപോലെ നടത്തി തരും, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, അത് മാത്രമല്ല ആയിരങ്ങളോ ലക്ഷങ്ങളോ എത്ര വേണമെങ്കിലും ഞാൻ ചിലവാക്കും. അപ്പോൾ സുധീഷ് ആകെ പെട്ട അവസ്ഥയായല്ലോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാം എൻ്റെ തലയിൽ ഇട്ട് പോകാനുള്ള പ്ലാനാണോ നിങ്ങൾക്ക്? അത് ശരിയാവില്ല, എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ക്യാഷ്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടോ ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കറക്റ്റായിട്ട് കേൾക്ക്, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, സത്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എവിടെന്നെങ്കിലും ഒപ്പിക്കണോ എന്നാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ കുറി വിളിക്കാം, എനിക്കൊരു കുറി ഉണ്ട്, അത് വിളിക്കാം, പിന്നെ ഞാൻ കുറച്ചൊക്കെ എൻ്റെ മുതലാളിനോട് ചോദിക്കാം, പക്ഷേ ബാക്കി കാശ് എവിടെ നിന്ന് ഒപ്പിക്കും? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മുതലാളിനോട് ചോദിക്കാനൊന്നും പറ്റില്ല, ഇപ്പം തന്നെയാണ് ഞാൻ കാൽ പിടിച്ച് കയറിയത്, ഇനിയിപ്പോൾ ഇതും കൂടെ ചോദിച്ചാൽ ഞാൻ നടക്കണ കേസല്ല. അപ്പോൾ ഹരീഷിന് വീണ്ടും ദേഷ്യം വരാം കേട്ടോ. പിന്നെ എന്തിനാണ് താൻ അപ്പം വലിയൊരു കള്ളം പറഞ്ഞത്, തനിക്ക് ഈ കള്ളം നാവുന്ന് പോകൂലേ, എന്തിനാ വെറുതെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. ഇയാൾക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, സുഭാഷ് ചേട്ടനും ഞങ്ങളൊക്കെ എത്ര റിസ്ക് എടുത്താണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്, അപ്പോൾ ഈ വർത്താനായിരുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോ എൻ്റെ കല്യാണം എത്ര അടിപൊളിയായിട്ട് നടത്താൻ. അപ്പോൾ ഹരീഷ് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, കണ്ടില്ലടാ ഇയാളുടെ സ്വഭാവം, ഇയാൾ ഫ്രോഡാണ്, അയാൾ നന്നാവില്ല. അത് പറഞ്ഞതും ഒരൊറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ സുധീഷ് ഹരീഷിനെ. ഹരീഷും തിരിച്ചടിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കച്ചറിയാവാണ് കേട്ടോ. അപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വേറെ കാര്യങ്ങൾ പറയുന്നത്, കല്യാണമാണെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം മാത്രം പറയണം, തല്ല് കൂടല്ലേ ഏട്ടാ പ്ലീസ്, സുധീഷ് ഏട്ടാ വിട്, ഹരീഷ് ഏട്ടാ വിട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ വക വെക്കുന്നേ ഇല്ല, അവർ പൊരിഞ്ഞ തല്ലാണ്. ലാസ്റ്റ് സുഭാഷ് ഏട്ടൻ വരെ വന്നു, എന്നിട്ടും അവർ തറയിൽ കിടന്നാണ് അടിക്കുന്നത്, അതുപോലും നിർത്തുന്നില്ല. സുഭാഷ് ഏട്ടൻ കുറേ പറഞ്ഞു. പിന്നെയാണ് നിധി ഈ സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുന്നത്. അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ എന്ത് ചെയ്തു, അകത്തേക്ക് പോയിട്ട് ഒരു മഗ് എടുത്തിട്ട് ഒരൊറ്റ എറിഞ്ഞു. അതുമ്പോഴാണ് പിന്നെ അവരുടെ തല്ലവിടെ അമർന്നത്. അത് കഴിഞ്ഞ് നിധി വീണ്ടും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ തമ്മിൽ കോർത്തു, എന്തോ അങ്ങോട്ട് വീണ്ടും പറഞ്ഞിട്ട് രണ്ടുപേരും പിന്നെയും തല്ലായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹരീഷ് പറയാൻ ഒരുങ്ങായിരുന്നു എന്താണ് സുധീഷ് പറഞ്ഞെന്നുള്ളത്. അതിൻ്റെ പേരിൽ പിന്നെയും സുധീഷ് ഹരീഷിനെ അടിക്കാൻ ഒങ്ങി, പിന്നെ അടിയായി. അതിൽ പിന്നെ നിധി വീണ്ടും വന്നിട്ട് അവൾ വീണ്ടും ഒരു മഗ്ഗെടുത്ത് ഇറങ്ങിയിട്ട് അവൾ പറയുന്നുണ്ട്, എന്താണിത്, നിങ്ങളൊക്കെ തൂണ് പോലെ വളർന്നല്ലോ, കുട്ടികൾ പോലും ഇങ്ങനെ കച്ചറ ഉണ്ടാക്കില്ലല്ലോ, എന്താണിത് വൃത്തികെട്ട സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് അവരെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും നിങ്ങളിങ്ങനെ വഴക്കിടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് സുഭാഷ് ചേട്ടനോട് സോറി സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോവാണ്.
അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്താടാ നിങ്ങൾക്കൊന്നും തലയ്ക്ക് ബോധമില്ലേ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരായിട്ട് ഇപ്പോഴും കച്ചറ കൂടുകയാണോ, എന്താടത്. അപ്പോൾ പിന്നെ ഹരീഷ് വീണ്ടും ഇതന്നെ പറയാണ്, അയാൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയട്ടെ. അതുപോലെ പിന്നെ ഒരു ചെറുതായിട്ട് കൊമ്പ് കോർക്കുമ്പോൾ വീണ്ടും സുഭാഷ് ചേട്ടൻ പിടിച്ച് മാറ്റിയിട്ട് ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ, അവളിനി എന്ത് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അവൾ ഇറങ്ങിപ്പോയാലോ. അപ്പം തന്നെ നികേഷ് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം അടി കൂടിയിട്ട് ദയവ് ഇത് ഏടത്തിന് ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ എന്തൊക്കെയാണ് നടക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു.